ഇതെന്താണെന്നറിയോ? മീനിന്റെ മുട്ടയാണേ. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ, മീനിന്റെ മുട്ട ചുട്ടത്. മത്തന്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഒന്ന് രണ്ട് പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാണ്. റിൻസി, ഇങ്ങനെ നമുക്ക് ചുടാൻ സൗകര്യമില്ല, വേറെ ഗ്യാസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഇത് വെച്ചൊരു ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് മീനിന്റെ മുട്ട കിട്ടാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കിട്ടുമ്പോൾ അങ്ങനെ കാണിച്ചു തരാന്ന്. ഇന്ന് മാർക്കറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് മുട്ട കിട്ടി. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇതും കാളാഞ്ചിയുടെയോ മോതയുടെ എന്തിൻ്റെയോ ഒരു മുട്ടയാണ്, വലിയ മീനിന്റെ മുട്ടയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്കിന്ന് നമ്മുടെ പാനിൽ ഒന്ന് ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാവേ. അപ്പം വിറകടുപ്പില്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കും കഴിക്കണ്ടേ. അപ്പൊ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസാക്കി നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ചെറിയ പീസാക്കി മുറിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഇനി ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാവേ. അപ്പൊ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം, വായോ. മീനിന്റെ മുട്ടയെല്ലാം നമ്മളിതാ ചെറുതാക്കി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു മുറി തേങ്ങ, ഒരു പിടുത്തം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചേക്കുവാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കാന്താരിമുളക് എടുത്തേക്കുന്നത്, എരിവിന് പാകത്തിന് കാന്താരിമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതാ 3 സ്പൂൺ അരിപ്പൊടിയാണ്, കുറച്ച് വാളംപുളി വെള്ളമാണ്, പിന്നെ ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ. ഇതൊക്കെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അതിനകത്തേക്ക് കാന്താരിമുളക്, അത് നിങ്ങളുടെ എരിവിന് പാകത്തിനേ ഇടാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇത്ര ഉള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണം. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മുടെ തേങ്ങ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ചെറിയുള്ളി, ഇച്ചിരി പുളി വെള്ളമേ, വാളംപുള്ളിയുടെ വെള്ളമാണേ, അരിപ്പൊടി കണ്ടോ, ഉപ്പ് പാകത്തിന്, ഒരു നുള്ള വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇനിയത്തെ പരിപാടി എന്നാന്നറിയോ? കുഴയ്ക്കുക. ഇതാ പതിയെ അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ. പീച്ച് ഞെരടി അങ്ങോട്ട് കുഴയ്ക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ മടിയാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് കുഴച്ചോ, കുഴപ്പമില്ല. നമ്മൾ അതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഇതുപോലെ നല്ല പോലെ അങ്ങോട്ട് ഞെരടി കുഴയ്ക്കണേ. അങ്ങനെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമേ, അങ്ങനെയുള്ളവർ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചു കേട്ടോ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഒരു വാഴയില അങ്ങോട്ട് വയ്ക്കാം. ഇതിലോട്ട് കുറച്ചങ്ങോട്ട് പരത്താവേ. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്കങ്ങ് മൂടി വെച്ചേക്കാം. ചെറു തീയിലൊന്നാവട്ടെ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണ്ടേ. തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ഇല അങ്ങോട്ട് വെച്ചു. ഈസി ആട്ടോ. ഇതാ എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഈ സൈഡും കൂടെ അങ്ങ് ആയിക്കോട്ടെ, മൂടി വയ്ക്കാം. ദാ നമ്മുടെ മീൻ മുട്ട കൊണ്ടുണ്ടാക്കിയ അപ്പം ഇല്ലേ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ദേ നമ്മുടെ മീൻ മുട്ട കൊണ്ടുണ്ടാക്കിയ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണത്തിനും കൂടി ഉണ്ട്, 3 എണ്ണത്തിന് കിട്ടി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമുള്ള ഒരു മീൻ മുട്ട കൊണ്ടുള്ള ഒരു അപ്പം. നിങ്ങളൊക്കെ പണ്ട് ഉണ്ടാക്കി തിന്നിട്ടുള്ളതായിരിക്കും, അമ്മമാരെന്തായാലും ഉണ്ടാക്കി തിന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ കിട്ടുമ്പോൾ, മീനിൻ്റെ മുട്ട മാർക്കറ്റിലൊക്കെ ചെന്ന് കിട്ടുമ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. നല്ല രസമാണ്. കാന്താരിയുടെ ഒരു എരിവും
പിന്നെ എന്താ പറയുക, ചെറിയ ഉള്ളിയുടെ ഒരു ടേസ്റ്റും. ഞാൻ പറഞ്ഞല്ലേ, ഈവനിങ്ങിൽ കട്ടൻ ചായയുടെ കൂടെ വെറുതെ തിന്നാം, നല്ല രസം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.